ഇറ്റ്സ് മീ മൈമുനത്ത് കണ്ണിയ യുവർ മൈൻഡ് കോച്ച്. ദൈവം എനിക്കൊരു കഴിവും തന്നിട്ടില്ല, ബാക്കിയുള്ളവർക്കൊക്കെ എന്തോരം കഴിവുകളാണ് കൊടുത്തിരിക്കുന്നത് എന്നിങ്ങനെ നിങ്ങൾ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ കഥയൊന്ന് കേട്ടു നോക്കൂ. ഒരിക്കലും ഒരു പൂർണ്ണ ഗർഭിണിയായ സിംഹം കാട്ടിലൂടെ ഇര തേടി നടക്കുകയായിരുന്നു. അങ്ങനെ അത് ഒരു മാൻപേടയെ കണ്ടെത്തി അതിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. അങ്ങനെ സിംഹത്തിൻ്റെ ഗതി മാറി അതൊരു പാറക്കല്ലിൽ തട്ടി വീണു. അങ്ങനെ ആ സിംഹം മരണപ്പെടുകയും ചെയ്തു. ആ മരണവെപ്രാളത്തിൽ അതൊരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞ് കൺതുറന്ന് നോക്കിയപ്പോൾ ചുറ്റും ആരെയും കാണുന്നില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ അതിലൂടെ ഒരു ആട്ടിൻ പറ്റം വന്നെത്തി. അങ്ങനെ ആ സിംഹക്കുഞ്ഞ് ആട്ടിൻ പറ്റത്തിൻ്റെ കൂടെ കൂടി. അവരെന്താണോ ചെയ്യുന്നത് അതൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഈ ആട്ടിൻ കൂട്ടങ്ങൾ കരഞ്ഞപ്പോൾ സിംഹം അതുപോലെ കരയാൻ ശ്രമിച്ചു. മേ എന്ന് കരയാൻ തുടങ്ങി. അങ്ങനെ കുറേ സമയം അങ്ങനെ അവരുടെ കൂടെ തന്നെ ഈ സിംഹം കഴിച്ചു കൂട്ടി. അങ്ങനെ ഒരിക്കലും ഈ ആട്ടിൻ പറ്റങ്ങൾ വെപ്രാളപ്പെടുന്നത് കണ്ടു. അപ്പോൾ ഉണ്ട് വലിയൊരു സിംഹം വരുന്നു ഇവരെ പിടിക്കാൻ വേണ്ടി. ഇവരെ പിന്നാലെ കൂടാൻ തുടങ്ങി. ഈ ആട്ടിൻ പറ്റത്തിൻ്റെ പിന്നാലെ കൂടാൻ തുടങ്ങി. ആ സമയത്ത് ഈ ആട്ടിൻ പറ്റത്തിൻ്റെ കൂടെ ഈ സിംഹക്കുഞ്ഞും ഓടാൻ തുടങ്ങി. ഇങ്ങനെ ഈ സിംഹം ഇങ്ങനെ നോക്കുമ്പോൾ, ഈ വലിയ സിംഹം നോക്കുമ്പോൾ ആട്ടിൻ പറ്റത്തിൻ്റെ കൂടെ ഒരു സിംഹക്കുഞ്ഞും ഓടുന്നു. സിംഹത്തിന് ദേഷ്യം പിടിച്ചു. ഈ ആട്ടിൻ പറ്റങ്ങളെ അല്ല എനിക്ക് പിടിക്കേണ്ടത്, ഈ കുലദ്രോഹിയെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. കുറേ ഓടി ഓടി ഈ സിംഹക്കുഞ്ഞ് കുഴങ്ങി. ആ സമയത്ത് നിന്നു. അപ്പോൾ സിംഹം ചോദിച്ചതിനോട്, എടാ മണ്ട, നീ ആരുടെ കൂടെയാണ് ഈ ഓടുന്നത്? നീ ഒരു സിംഹമല്ലേ? ഇതൊന്നും പറഞ്ഞപ്പോൾ ഈ സിംഹക്കുഞ്ഞിനൊന്നും മനസ്സിലായില്ല. വീണ്ടും അത് അങ്ങനെ ഓടാൻ തുടങ്ങി. സിംഹം പറയുന്നതൊന്നും ഈ സിംഹക്കുഞ്ഞിന് മനസ്സിലായില്ല. പിന്നീട് ആ സിംഹം ഒരു പുഴക്കരയിലേക്ക് ഈ സിംഹക്കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അതിൻ്റെ പ്രതിബിംബം അതിലേക്ക് കാണിച്ചു കൊടുത്തു. എടാ മണ്ട, നീ ആടല്ല, നീ ഒരു സിംഹമാണ്. നീ ഇങ്ങനെ പേടിച്ചോടേണ്ട ആളല്ല, നീ ഈ കാട്ടിലെ രാജാവാണ് എന്നിങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ഈ സിംഹക്കുഞ്ഞിന് കാര്യം മനസ്സിലായത്. അപ്പോഴാണ് അത് അതിൻ്റെ രൂപം മനസ്സിലാക്കുന്നത്. ഞാനൊരു സിംഹമാണെന്നും എനിക്കൊരുപാട് ശക്തിയുണ്ടെന്നും മനസ്സിലാകുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഒരു കൂട്ടത്തിലേക്ക് നമ്മൾ ജനിച്ചു വീഴുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൻ്റെ കൂടെ കൂടുന്നു. അല്ല, ഒരു ആട്ടിൻ പറ്റത്തെ പോലെ അല്ലെങ്കിൽ താറാവിൻ്റെ കൂട്ടത്തെ പോലെയുള്ള ഒരു കൂട്ടത്തിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ അവരുടെ കൂടെ അങ്ങനെ ഒഴുക്കിനൊത്ത് ഒഴുകുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മളെ ഉള്ളിലേക്കൊന്ന് നോക്കുമ്പോൾ നമ്മളെ ട്രൂ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിന് നമ്മൾ കുറച്ച് പണിയെടുക്കണം. നമ്മൾ പണിയെടുക്കേണ്ടത് നമ്മുടെ പുറത്തല്ല, നമ്മുടെ പുറംപൂച്ചിലല്ല, നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിൽ കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന്, ഈ ചുറ്റുപാടിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് അബദ്ധധാരണകളെ മാറ്റിയിട്ട് അൺലേണിങ് നടത്തിയിട്ട് നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിന് നമുക്കൊരു ഗൈഡൻസ് അത്യാവശ്യമാണ്. മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെ നമുക്ക് നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടെത്താം. ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.